ഹായ്, ഞാൻ അരുൺ രാഘവ്. ഒരുപക്ഷെ പല ചാനലുകളിലും പല പരിപാടികളും സീരിയലുകളും ഒക്കെ ആയിട്ട് നിങ്ങൾ എന്നെ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. അഥവാ അറിയാത്തവർക്ക് എൻ്റെ പേര് അരുൺ രാഘവ് എന്നാണ്. ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ വണ്ടികളെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ കുറച്ച് ലോങ് ഡ്രൈവ്സിൻ്റെ വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. ഞാൻ എൻ്റെ ജോലിയുടെ ഭാഗമായിട്ട് മുമ്പ് ആക്ടിങ്ങിലേക്ക് വരുന്നതിനേക്കാളും മുമ്പ് എൻ്റെ ജോലിയുടെ ഭാഗമായിട്ട് കേരളത്തിൽ നിന്ന് മുംബൈ വരെ ഡ്രൈവ് ചെയ്ത് പോകേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു. പോകേണ്ട ആവശ്യമായിരുന്നു. ഡ്രൈവ് ചെയ്യുക എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹം കൊണ്ട് ഞാൻ അങ്ങനെ ബോംബെ വരെ ഡ്രൈവ് ചെയ്ത് പോകുമായിരുന്നു. അപ്പം ബാംഗ്ലൂർ വഴി ബാംഗ്ലൂർ, പൂനെ, മുംബൈ ആ ഒരു റൂട്ടാണ്. ഒന്ന് റോഡ് ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ റോഡ്. ആരായാലും ഡ്രൈവ് ചെയ്യാൻ കൊതിക്കുന്ന ആൾക്കാർക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു ഡ്രൈവായിരിക്കും ബാംഗ്ലൂർ, പൂനെ, ബോംബെ റൂട്ട്. പിന്നെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങൾ അതിൽ കവർ ചെയ്യുന്നുണ്ട്. തിരിച്ചു വരുമ്പോൾ റോഡ്സ് അത്ര നല്ലതല്ല. തിരിച്ചു വരുമ്പോൾ ഞാൻ വന്നത് ഗോവ വഴിയാണ്. അത് അത്ര നല്ല ഒരു റോഡ്സ് അല്ല. കൊങ്കൺ വഴിയൊക്കെ കവർ ചെയ്ത് വരുന്നതാണ്. അപ്പം മൊത്തം കുറച്ച് റഫ് റോഡ്സും അങ്ങനെയൊക്കെയുള്ളൊരു റോഡാണ്. പക്ഷേ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വാട്ടർഫാൾസും സീ ഷോർസും എല്ലാം കവർ ചെയ്തുകൊണ്ടുള്ളൊരു യാത്രയായിരിക്കും അത്. പിന്നെ ഈ ലോങ് ഡ്രൈവ്സ് ഒക്കെ പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ പ്രത്യേകിച്ച് ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ, ഞാൻ ഒരുപാട് ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന ആളാണ്. അപ്പം അങ്ങനെ പോകുന്ന സാഹചര്യങ്ങളിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിൽ എന്ത് എമർജൻസി വേണമെങ്കിൽ സംഭവിക്കാം. അപ്പോൾ അങ്ങനെ കുറച്ച് ഗൂഡീസ് അല്ലെങ്കിൽ ഗാഡ്ജറ്റ്സ് ഞാൻ എൻ്റെ ഒരു എമർജൻസി ആക്സസറി കിറ്റ് പോലെ എൻ്റെ വണ്ടിയിൽ ഞാൻ വെച്ചിട്ടുണ്ട്. ബേസിക്കലി ഒരു പഞ്ചർ കിറ്റ് ഉണ്ട്. നമ്മൾ പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും ടയർ പഞ്ചർ ആവുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ അടുത്ത പരിസരത്തൊന്നും അങ്ങനെ ഒരു പഞ്ചർ അടയ്ക്കാനുള്ളൊരു സാഹചര്യം നിങ്ങൾക്കില്ല. ചിലപ്പോൾ മിഡ് നൈറ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും പെട്ടുപോലെ. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമ്മളുടെ കയ്യിൽ ഉണ്ടാവേണ്ട മസ്റ്റായിട്ടുള്ള ഒരു കാര്യമാണ്, ഇപ്പോൾ ഈ ട്യൂബ്ലെസ് ടയറൊക്കെ വന്നതിന് ശേഷം വളരെ ഈസിയാണ് പഞ്ചർ അടയ്ക്കുക എന്നുള്ളത് നമുക്ക് തന്നെ ചെയ്യാവുന്ന കാര്യമാണ്. അഥവാ ഇനി അതിന് നിങ്ങൾക്ക് കഴിവില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് അറിയില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു ടയർ ഇൻഫ്ലേറ്റർ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. എൻ്റെ വണ്ടിയിൽ ഞാൻ എപ്പോഴും കൊണ്ടു നടക്കുന്നതാണ്. നമ്മുടെ ചാർജിങ് പോയിന്റിൽ കണക്ട് ചെയ്തുകൊണ്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മുടെ ടയർ വീണ്ടും എയർ അടിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ഒരു അനദർ ഒരു 100-150 കിലോമീറ്റർ സേഫായിട്ട് നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്ത് ഏതെങ്കിലും ഒരു പഞ്ചർ ഷോപ്പ് വരെ എത്താൻ പറ്റും. അതൊന്ന്. രണ്ടാമത്തെ, ഞാൻ എൻ്റെ വണ്ടിയുടെ ഇവിടെ ഫ്രണ്ടിലൊരു ഡാഷ് ക്യാം ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഡാഷ് ക്യാമിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത്, നമ്മൾ പ്രത്യേകിച്ച് ഈ മിഡ് നൈറ്റ്സ്, ലേറ്റ് നൈറ്റ് ഡ്രൈവ്സ് ഒക്കെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളുടെ നാട്ടിലുള്ള ഒരുപാട് വണ്ടികൾ, ഒരു റിഫ്ലക്റ്റേഴ്സ് പോലും ഇല്ലാത്ത ഒരുപാട് വണ്ടികൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ എന്താ വെച്ചാൽ, നമ്മൾ പോകുമ്പോൾ പെട്ടെന്നൊരു വണ്ടിയൊക്കെ റോഡിൽ ക്രോസ് ചെയ്ത് വരുമ്പോൾ നമുക്കത് കാണാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ആക്സിഡൻറ്റ്സ് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് റെക്കോർഡഡ് ആയിരിക്കും. നിങ്ങൾക്കൊരു പ്രൂഫിന് വേണ്ടിയിട്ട് നാളെ അതൊരു പോലീസ് കേസോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ആവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാഗത്ത് തെറ്റില്ല എന്ന് കാണിക്കാനും കൂടിയുള്ള ഒരു പ്രൂഫായിട്ട് അതുണ്ടാവും. പിന്നെ ഞാൻ കൊണ്ടു നടക്കുന്ന ഒരു ആക്സസറി എന്ന് പറയുന്ന ഒരു 3-in-1 ഒരു ഹാമർ പോലെ ഒരു സാധനമാണ്. അത് എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷനിൽ നിങ്ങൾ വണ്ടിയുടെ ഉള്ളിൽ ട്രാപ്ഡായി പോവുകയാണ്, വല്ല ആക്സിഡൻറ്റിന് ശേഷമൊക്കെ ഡോസൊക്കെ ജാം ആവും. അപ്പോൾ നമുക്ക് ഈ വിൻഷീൽഡോ വിൻഡോ ഒക്കെ ബ്രേക്ക് ചെയ്യുന്നത് സിനിമയിൽ പോലെ അത്ര ഈസി അല്ല, അത് നടക്കുന്ന കാര്യമല്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വളരെ ഷാർപ്പായിട്ടുള്ള ഒരു ഹാമറും, അതുപോലെ തന്നെ ടയർ പ്രഷർ ചെക്ക് ചെയ്യാനുള്ളൊരു ഡിവൈസും, അതുപോലെ തന്നെ നമ്മുടെ സീറ്റ് ബെൽറ്റ്, ഒരു ആക്സിഡൻറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ ഏറ്റവും അധികം ചാൻസസ് ഉണ്ട് നമ്മുടെ സീറ്റ് ബെൽറ്റ് ജാം ആവാൻ. അത് ഊരിയെടുക്കാൻ പറ്റിയെന്ന് വരില്ല. അത് ജാം ആയി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഊരി പോരാനും പറ്റില്ല. അപ്പോൾ അത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോർമൽ ഒരു സിസറോ ഒന്നും വെച്ചിട്ട് അത് കട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് കട്ട് ചെയ്യാനും കൂടിയിട്ടുള്ള ഒരു 3-in-1 കിറ്റും എൻ്റെ കാറിൽ ഞാൻ എപ്പോഴും സൂക്ഷിക്കുന്നതാണ്. ഇതൊക്കെ ഒരു എമർജൻസി സിറ്റുവേഷനിൽ ആവശ്യം വന്നാൽ യൂസ് ചെയ്യേണ്ട സാധനങ്ങളാണ്. ഞാൻ ജസ്റ്റ് നിങ്ങൾക്കത് പറഞ്ഞു തരുന്നേ ഉള്ളൂ, അറിയാത്തവർക്കായിട്ട്. ഇതൊക്കെ നാട്ടിൽ സെറ്റിൽ ആയതിനു ശേഷമാണ് ഇതെടുത്തത്. അപ്പോൾ ഒരുപാട് യാത്രകൾ ഫാമിലി ആയിട്ടാണ് ഈ വണ്ടിയിൽ ഉണ്ടായിട്ടുള്ളത്. പിന്നെ എൻ്റെ ഷൂട്ടിൻ്റെ ആവശ്യത്തിനായിട്ട്. അപ്പോൾ ഇത് എൻ്റെ ഒരു മൊബൈൽ ഹൗസാണ് ശരിക്കും പറഞ്ഞാൽ. രാജേഷ് ചേട്ടനൊക്കെ എപ്പോഴും കളിയാക്കും, രാജേഷ് ഹെബ്ബാർ, സാജൻ സൂര്യൊക്കെ, അവരൊക്കെ എപ്പോഴും കളിയാക്കും. എന്ന് വെച്ചാൽ എൻ്റെ ഡിക്കി നിറച്ചൊരു ചെറിയ വീട്ടിലുള്ള സാധനങ്ങളുണ്ട്. ഞാൻ എപ്പോഴും ഷൂട്ടിന് വരുമ്പോൾ ഒരു 10-20 ദിവസത്തേക്കുള്ള യാത്രയായിരിക്കും. അപ്പോൾ എൻ്റെ ഫുൾ സാധനങ്ങൾ ഈ വണ്ടിയിൽ ഇട്ടുകൊണ്ടാണ് യാത്ര. അപ്പോൾ അങ്ങനെ ഒരുപാട് ലോങ് പോയിട്ടുള്ള കുറേ കഥകൾ ഈ കാറിന് പറയാനുണ്ടാവും. അപ്പം ഇപ്പോൾ റീസെൻ്റ്ലി പോയതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഈ ഡിസംബറിൽ എൻ്റെ മകൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കാനായിട്ട് ഞങ്ങൾ മൂന്നാർ പോയിരുന്നു. അപ്പോൾ അന്ന് പോകുമ്പോൾ എനിക്കറിയില്ല മൂന്നാറിലെ ഇപ്പോഴത്തെ റോഡിൻ്റെ സ്ഥിതി എന്താണെന്നുള്ളത്. പലരും പറഞ്ഞു, ചിലർ പറഞ്ഞു മോശമാണ്, ചിലർ പറഞ്ഞു ഇപ്പോൾ എല്ലാം ക്ലിയർ ആയി എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നമ്മൾ പോകാൻ തീരുമാനിച്ച് ഇവിടുന്ന് ഇറങ്ങി രണ്ടും കൽപ്പിച്ച് അങ്ങനെ ഇറങ്ങി അവിടെ എത്തി. അപ്പോൾ ഞങ്ങൾക്ക് പോകേണ്ടത് മൂന്നാറിൽ നിന്ന് ഓൾമോസ്റ്റ് ഒരു 16-17 കിലോമീറ്റർ പിന്നെയും പോകണമായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ എല്ലാവരും ഡിപ്പെൻഡ് ചെയ്യുന്നത് ഗൂഗിൾ മാപ്സിനെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു GPS സിസ്റ്റമാണ്. നമ്മളെല്ലാം ഒരുവിധം ആളുകളൊക്കെ ഇപ്പോൾ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാനും അങ്ങനെ എനിക്ക് പോകേണ്ട സ്ഥലം ഞാൻ ഗൂഗിൾ മാപ്പിൽ സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ പോയത്. അപ്പോൾ ഇത് മൂന്നാർ എത്തുന്നതിനേക്കാൾ മുമ്പ് വലത്തോട്ട് തിരിഞ്ഞൊരു വഴിയാണ് കാണിച്ചത്. നമ്മൾ ആ വഴിക്ക് കയറി ഓൾമോസ്റ്റ് ഒരു
5 കിലോമീറ്റർ വരെ വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല. പിന്നെ അവിടുന്ന് അങ്ങോട്ട് റോഡിൻ്റെ അവസ്ഥയൊക്കെ കണ്ടപ്പോൾ നമ്മൾക്ക് പേടിയാവാൻ തുടങ്ങി. ലിറ്ററലി ആ ഒരു ഫ്ലഡിന് ശേഷം ഉണ്ടായ ഒരു ഭീകരത നമുക്കവിടെ കാണാൻ പറ്റി. ഒരു 4x4 വണ്ടി പോകാൻ പോലും ബുദ്ധിമുട്ടുള്ളൊരു വഴിയാണ് ശരിക്കും. നമ്മളവിടെ കഷ്ടപ്പെട്ട് കുറച്ച് ബുദ്ധിമുട്ടിയെങ്കിലും അധികം ഞങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കാതെ ഈ ലാൻഡ്ര ഞങ്ങളെ അവിടെ എത്തിച്ചു. അവിടെ ചെന്ന് നമ്മൾ താമസിച്ച റിസോർട്ടിൻ്റെ ആൾക്കാരുടെ അടുത്ത് നമ്മൾ വന്ന വഴി പറഞ്ഞപ്പോഴാണ് അവർ പറഞ്ഞത് ജീപ്പുകാർ പോലും വരാൻ മടിക്കുന്നൊരു വഴിയായിരുന്നു അത്. നമുക്ക് അപ്പം അതിൻ്റെ ഭീകരത മനസ്സിലായില്ല. ഇതിൻ്റെ ഫോട്ടോസൊക്കെ നമ്മൾ ആ പോണ വഴിക്കൊക്കെ പലതും എടുത്തു വെച്ച് പിന്നീട് കാണുമ്പോൾ നമുക്ക് തന്നെ പേടിയാവാൻ തുടങ്ങി. ഈ വഴി കൂടെ ഈ കാറും വെച്ച് ഇതിനധികം ഗ്രൗണ്ട് ക്ലിയറൻസ് ഒന്നുമില്ല, ഇങ്ങനെ ഒരു വണ്ടിയും വെച്ച് നമ്മൾ അവിടെ എത്തിപ്പെട്ടത് തന്നെ വലിയൊരു ഭാഗ്യമായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഇൻസിഡൻസ് ഇപ്പോൾ അതിപ്പോൾ ഈ ഡിസംബറിലാണ്, ഈ റീസെൻ്റ്ലി ഉണ്ടായ ഒരു കാര്യമാണ്. അപ്പോൾ ഇതൊരു മൂന്നാർ പോകുന്നവർക്ക് ഇപ്പോൾ പോകാൻ നിൽക്കുന്നവർക്കുള്ളൊരു അഡ്വൈസും കൂടിയാണ്. അവിടുത്തെ റോഡ് കുറച്ച് പ്രശ്നങ്ങളുണ്ട് അവിടെ ഇവിടെയൊക്കെ. അപ്പോൾ അത് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം യാത്ര ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ നേരത്തെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞൊരു ഡാഷ് ക്യാമിനെ പറ്റിയിട്ട്. അപ്പോൾ ഇതാണ് ഡാഷ് ക്യാം. ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മൾ ത്രൂ ഔട്ട് റണ്ണിങ്ങിൽ ഇത് റെക്കോർഡിംഗ് ആയിരിക്കും. പിന്നെ എന്തെങ്കിലും ഇൻസിഡൻസ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം നിങ്ങൾ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു ബൈക്കുകാരൻ കുറുകെ കയറി, നിങ്ങളുടെ മിസ്റ്റേക്ക് ആയിരിക്കില്ല, പക്ഷേ ആക്സിഡൻറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ പ്രൂവ് ചെയ്യാൻ നിങ്ങൾ കഷ്ടപ്പെടും. അപ്പോൾ അതിന് വളരെ ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഇതാണ്. അപ്പോൾ ഞാൻ എൻ്റെ ലൈഫിൽ ഇൻസിഡൻറ്റ് ഒന്നും ഉണ്ടായിട്ടുള്ളത് അത് എനിക്കല്ല, വേറൊരാൾക്കാണ് ഉപകരിച്ചത്. ഞാനൊരു ദിവസം ഷൂട്ട് കഴിഞ്ഞ് രാത്രി വന്നുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഫ്രണ്ടിലൊരു ഫാമിലി, ഒരു ഹസ്ബൻഡ് വൈഫ് ഒരു കുട്ടി, അവർ സ്കൂട്ടറിൽ പോകുമായിരുന്നു. അപ്പോൾ ഒരു ക്രോസ് റോഡിൽ നിന്ന് കുറച്ച് പിള്ളേർ, ഒരു 3 പേരുണ്ടായിരുന്നു ആക്ച്വലി, ട്രിപ്പിൾസ് വെച്ചിട്ടാണ് വന്നത്. അവരവിടെ നിന്ന് ക്രോസ് ചെയ്ത് ഇവരുടെ വണ്ടി ഇടിച്ച് മറിച്ചിട്ടു. അപ്പോൾ ഇത് നമ്മളവിടെ ചെന്ന് ഇവരെയൊക്കെ പിടിച്ച് എഴുന്നേൽപ്പിച്ച് ആ സമയമൊക്കെ ആയപ്പോൾ ഞങ്ങൾ ചോദിച്ചു, സ്വാഭാവികമായിട്ടും നമ്മൾ ചോദിക്കുക എവിടെ നോക്കിയിട്ടാണ് വണ്ടി ഓടിക്കുന്നത്, നിങ്ങൾ ഒരു കട്ട് റോഡിൽ നിന്ന് കയറുമ്പോൾ നോക്കണ്ടേ? അത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞാൽ ഞങ്ങളുടെ മിസ്റ്റേക്ക് അല്ല ചേട്ടാ, ഇവർ പെട്ടെന്ന് കയറി വന്നതാണെന്ന്. അപ്പോൾ ആ സമയത്ത് എനിക്കുണ്ടായിരുന്ന ഒരു പ്രൂഫാണ് എൻ്റെ ഡാഷ് ക്യാമിൽ. അപ്പോൾ ഞാനത് ഫോണിൽ എടുത്തിട്ട്, ഇത് നമുക്ക് ഫോണിലേക്ക് ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു കൊടുത്തത്. അപ്പോൾ അവർക്ക് പിന്നെ ഒന്നും പറയാനുണ്ടായിരുന്നില്ല. അവരവസാനം അവരെ ഈ പറഞ്ഞ ഫാമിലിയെ കൊണ്ട് അവർ ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നു. അപ്പോൾ ഞാൻ ആ ഫാമിലിയോട് അടുത്ത് ഈ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ താമസിക്കുന്ന ഹോട്ടലിൻ്റെ അഡ്രസ്സ് പറഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞു, എന്തെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ വീഡിയോ എൻ്റെ കയ്യിലുണ്ട്, നിങ്ങൾക്ക് എന്നെ സമീപിക്കാം എന്നുള്ളൊരു ഇത് ഞാൻ അവർക്ക് എൻ്റെ കേർട്ടസി ആയിട്ട് ഞാൻ അവരോട് പറഞ്ഞിട്ട് പോന്നു. അപ്പോൾ അവർ വന്നില്ല, ചിലപ്പോൾ അവരുടെ കാര്യങ്ങളൊക്കെ സോൾവ് ആയിരുന്നിരിക്കാം, അങ്ങനെ വിചാരിക്കുന്നു. അപ്പോൾ ഇത് നിങ്ങൾക്കും ഭാവിയിൽ ഉപകരിക്കപ്പെടാം. ചിലപ്പോൾ ഇത് അധികം എക്സ്പെൻസീവ് ഒന്നുമല്ല. ഇത് സ്റ്റാർട്ടിങ് ഫ്രം ഒരു 2500 രൂപ തൊട്ട് ഈ സാധനം കിട്ടാനുണ്ട്. പക്ഷേ വയ്ക്കുമ്പോൾ കുറച്ചും കൂടി ക്വാളിറ്റി കൂടിയിട്ടുള്ള ഒരു 4000-5000 ബഡ്ജറ്റിൽ വരുന്ന നല്ല സാധനങ്ങളുണ്ട്. അത് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു 1 ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് ആണ്. ഒരിക്കൽ നിങ്ങൾ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് മെയിൻ്റനൻസോ അങ്ങനെ കംപ്ലയിൻസോ ഒന്നും അധികം വരാത്തൊരു സാധനമാണ്. ഞാനിതിപ്പോൾ ഓൾമോസ്റ്റ് ഒരു 1.5 വർഷത്തിൽ മേലെ എൻ്റെ കാറിൽ ഞാൻ അത് വെച്ചിട്ട് ഇതേവരെ എനിക്ക് അങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. സോ ടു ബി ഓൺ ദ സേഫർ സൈഡ്, ലോങ് ഡ്രൈവ് പോകുന്നവർ ഒക്കെ ഇത് വച്ചാൽ നന്നായിരിക്കും.